പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മനുസ്മൃതി അറിവും തിരിവും പരമ്പരയിലേക്ക് സ്വാഗതം. ഒന്നാം ഭാഗത്തിൽ നമ്മൾ മനുസ്മൃതിയുടെ ആമുഖവും അതുപോലെ മനുസ്മൃതി എന്ന ഗ്രന്ഥം കേൾക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളും ഒക്കെ വളരെ നന്നായി ചർച്ച ചെയ്തു. കൂട്ടുകാരെല്ലാം അത് കേട്ടു. കൂട്ടുകാരുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തി. വളരെ നന്ദി. അപ്പോൾ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഭാഗത്തിൽ മനുസ്മൃതിയുടെ ഒന്നാമത്തെ അധ്യായമാണ് എടുക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഉപശീർഷകം അതാണ് ജഗൽ സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചത്തെയൊക്കെ ഒരാൾ സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരഭിപ്രായം. രണ്ടാമത്തത്, ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നതാണ്, അതിൽ നിന്ന് ഓരോരോ ഘടകങ്ങൾ തമ്മിൽ യോജിച്ചാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി വന്നത് എന്ന് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായത്തെയും നമുക്ക് മാനിക്കാം. രണ്ട് അഭിപ്രായത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നത് മനുസ്മൃതി ആയതുകൊണ്ട് മനുസ്മൃതിയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മനുസ്മൃതി പറയുന്നത് ഈ പ്രപഞ്ചം ഒരു സമയത്ത് നിറയെ ഇരുട്ട് നിറഞ്ഞിരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഇരുട്ട്, അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കത്തില്ല അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടിൽ എല്ലാ കാര്യങ്ങളും മറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു കാലമായിരുന്നു പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഘട്ടം. അപ്പോൾ തമസ് അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇരുട്ടിനുള്ളിൽ വെളിച്ചം, പ്രകാശം, നമ്മുടെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഈശ്വരൻ ആ ഇരുട്ടിനുള്ളിൽ മറഞ്ഞിരുന്നു. അപ്പോൾ വെളിച്ചത്തിന് രണ്ട് തരത്തിലുള്ള സ്വഭാവ രീതികളുണ്ട്. ഒന്ന്, സൂക്ഷ്മമായിട്ട് ഇരിക്കുന്ന അവസ്ഥ. രണ്ട്, സ്ഥൂലമായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ സൂക്ഷ്മമായിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇപ്പോൾ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ചാമ്പൽ കിടക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? വഴി മാറിപ്പോവും. അതിൻ്റെ കാരണം എന്താ? ആ ചാമ്പലിനുള്ളിൽ തീ ഉണ്ടാവും എന്ന ഒരു ബോധമാണ്. അപ്പോൾ തീ എന്ത് ചെയ്യുക? ചാമ്പലിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കാറ്റടിച്ചപ്പോൾ ചാമ്പലെല്ലാം പറന്നുപോയി. ഉള്ളിൽ കിടന്ന ആ ഒരു കനൽ അത് പ്രകാശിക്കാൻ തുടങ്ങി, ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രകാശം ഉണ്ടായി, വെളിച്ചം ഉണ്ടായി. അപ്പോൾ അങ്ങനെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കാരണം എന്താ? അതിനൊരു രൂപമുണ്ട്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈശ്വരൻ ഈ രണ്ട് രൂപത്തിലും സ്ഥിതി ചെയ്തിരുന്നു. ഒന്ന് സൂക്ഷ്മ രൂപത്തിലും ഒന്ന് സ്ഥൂല രൂപത്തിലും. അങ്ങനെ ഇരിക്കുന്ന ഈശ്വരൻ, അദ്ദേഹത്തിന് തോന്നി ഈ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് പ്രകാശം ചൊരിയാം. അപ്പോൾ ഈ വെളിച്ചത്തിന് മറ്റൊരർത്ഥം കൂടെ നമുക്ക് കാണാം. ഒന്ന്, അറിവെന്നാണ്. അപ്പോൾ നമ്മൾ ചാമ്പലിൽ തീ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു അറിവാണ്. ചാമ്പലിൽ നിന്നും ആ ചാമ്പൽ പറന്നു പോയി കഴിഞ്ഞാൽ
അതിനുള്ളിലെ കനൽ ജ്വലിക്കുമെന്നുള്ളതും നമ്മുടെ ഒരു അറിവാണ്. അപ്പോൾ അറിവ് അത് പ്രകാശിക്കണം. അത് നന്നായി പ്രകാശിച്ചിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടതും അതുപോലെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവരും കാലാതിവർത്തിയായിട്ട് അവരുടെ പേര് നിലനിന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈശ്വരൻ എന്ത് ചെയ്തു? ഈ തമസിനെ, ഈ പ്രപഞ്ചത്തിലെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രകാശം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാവും. അങ്ങനെ ഈ പ്രപഞ്ചമാകെ വെളിച്ചം നിറഞ്ഞു, പ്രപഞ്ചമാകെ ഉണർവ് നിറഞ്ഞു.